ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ലക്ഷദ്വീപിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സർവീസസ് ഒക്കെ ഡയറക്റ്റ്ലി അവൈലബിൾ ആണോ എന്നാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. കാരണം നമ്മളെല്ലാവരും തന്നെ തേർഡ് പാർട്ടി കൊറിയർ സർവീസ് വെച്ചിട്ടാണ് അവിടെ നിന്നുള്ള പാർസൽസ് ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഗോൾ കൊറിയർ സർവീസാണ്. ഗോൾ കൊറിയർ സർവീസ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഒരു യുണീക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തു. ഈ യുണീക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യുണീക്ക് ഐ ഡിയോടൊപ്പം അവരുടെ ഗോൾക്കാരുടെ അഡ്രസ്സും വിത്ത് അവരുടെ ഫോൺ നമ്പറും നമുക്ക് അയച്ചു തരും. ഈ തരുന്ന അഡ്രസ്സിലായിരിക്കണം നമ്മളിനി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. വൺസ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ഗോൾഡിൻ്റെ ഓഫീസിൽ എത്തുന്നത് മുതൽ നമ്മുടെ കയ്യിൽ സാധനം എത്തുന്നത് വരെയുള്ള പോയിന്റ് ടു പോയിന്റ് മെസ്സേജസ് നമുക്ക് വാട്സപ്പിലും ടെക്സ്റ്റ് മെസ്സേജസിലും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ OTP വരുന്നത് നിങ്ങളുടെ ഫോണിലോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെലിവറി പാർട്ട്ണർ നിങ്ങളെ വിളിച്ച് OTP ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും OTP ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പാർസൽസ് മിസ്സാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗോൾഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവിന് ഫോൺ കൈമാറിയതിന് ശേഷം മാത്രമേ OTP അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഷെയർ ചെയ്യാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ യുണീക്ക് ഐ ഡിയും അവർ തരുന്ന അഡ്രസ്സും അവർ തരുന്ന ആ ഫോൺ നമ്പറും വെച്ചിട്ട് വേണം നമ്മുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ. ഗോൾ കൊറിയറിലെ ഈ യുണീക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഗോളിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്.